പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3-ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ അഖീദ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ അധികം ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് ഉത്തരസഹിതം പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, എണ്ണം എഴുതാം എന്ന ചോദ്യത്തിൽ 5 ചെറിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കാണാൻ കഴിയും. ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. ഒന്നാമത്തത്, ഉലുൽ അസ്മുകൾ എത്ര പേരാണ്? 5 പേരാണ് ഉലുൽ അസ്മുകൾ. നോട്ട് ചെയ്ത് വെക്കുക. ഇബ്രാഹിം നബി, നൂഹ് നബി, ഈസാ നബി, മൂസാ നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ് ഉലുൽ അസ്മുകൾ. രണ്ടാമത്തത്, മുർസലുകൾ എത്ര പേരുണ്ട്? 313 പേരാണ് മുർസലുകൾ. അമ്പിയാക്കൾക്ക് നേരെ 1,24,000 അതാണ് എഴുതേണ്ടത്. 1,24,000. നാലാമത്തെ ചോദ്യം, ഷീസ് നബിക്ക് ലഭിച്ച ഏടുകൾ 50 ഏടുകളാണ്. അഞ്ചാമത്തത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ച ഏടുകൾ 10 ഏടുകളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ രൂപത്തിലല്ലെങ്കിൽ ചോദ്യരൂപത്തിലോ അല്ലെങ്കിൽ പൂരിപ്പിക്കാനോ മറ്റേതെങ്കിലും ഒരു നിലക്ക് ചോദിച്ചേക്കാം. ഇത് ഈ കേൾക്കുന്നതിലൂടെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. ഉലുൽ അസ്മുകളുടെ എണ്ണവും ആരാണെന്നും അതുപോലെ തന്നെ മുർസലുകളുടെ എണ്ണം, അമ്പിയാക്കൾ, ഷീസ് നബിക്ക് ലഭിച്ച ഏടുകൾ, ആദം നബിക്ക് ലഭിച്ച ഏടുകൾ. ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കണമെന്നറിയിക്കുന്നു. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യാം. 1. മരണം എന്നത് ഡാഷ് ആണ്. എന്താണ് അവിടെ ബാക്കി വരിക? മരണം എന്നത് നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. രണ്ടാമത്തത്, അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യുന്നവരാണ് ഡാഷ്. ആര്? മലക്കുകളാണ് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുന്നവർ. മൂന്നാമത്തത്, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകൾ. മാറിപ്പോകരുത്. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുന്നവർ, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടീമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അവരല്ലാഹ് പറഞ്ഞ പണി മാത്രമേ എടുക്കുള്ളൂ. അതും പിന്നെ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുർസലുകളും തമ്മിൽ മാറിപ്പോകരുത്. ഇനി നാലാമത്തത്, അവനെ മാത്രമേ നാം ആരാധിക്കാവൂ എന്നാണ്. ഇത് 1-ാമത്തെ പാഠത്തിൽ വന്ന ഭാഗമാണ്. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനത്തെ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പാഠം നമ്മൾ നല്ലോണം വായിക്കണം. പ്രത്യേകിച്ച് അവസാനത്തെ 3 പാഠങ്ങൾ വായിച്ച ആളുകൾക്കൊക്കെ നല്ല മാർക്ക് നേടാൻ പറ്റും. അതിലാണ് പ്രധാന ചോദ്യങ്ങളൊക്കെ വരിക. അതുകൊണ്ട് അവസാനത്തെ 3ഉം 4ഉം പാഠങ്ങളൊക്കെ ഒരു 3 തവണയെങ്കിലും വായിച്ചാൽ തന്നെ മതി. എന്നാൽ നമുക്ക് പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് ലഭിക്കും. ഇനി 3-ാമത്തതാണ് വായിക്കാൻ പോകുന്നത്. ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യത്തിൽ എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്? 23 വർഷം കൊണ്ടാണ്. 23 വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. രണ്ടാമത്തത്, എന്താണ് മരണം? മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്നാൽ നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. നേരത്തെ പൂരിപ്പിക്കാനും വന്നിട്ടുണ്ട്, ചോദ്യത്തിലും വന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയി തന്നെ നമ്മൾ കാണുക. ആവർത്തിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും പ്രധാനപ്പെട്ടതായിരിക്കും. മരണമെന്നാൽ നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ നിന്ന് ഇനി ഖബർ ലോകത്ത് ആഖിറ ലോകത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്കുള്ള മാറ്റമാണ് ശരിക്കും മരണം എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തത്, സൃഷ്ടികളിൽ അത്യുന്നതർ ആരാകുന്നു? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സൃഷ്ടികളിൽ ഏറ്റവും അത്യുന്നതർ. നാലാമത്തത്, അള്ളാഹു എത്ര കിതാബുകളും എത്ര ഏടുകളുമാണ് ഇറക്കപ്പെട്ടത്?
4 കിതാബുകൾ, അതുപോലെ തന്നെ 100 ഏടുകൾ. 4 കിതാബുകളും 100 ഏടുകളും. ഇനി അഞ്ചാമത്തത് ഉലുൽ അസ്മുകൾ ആരെല്ലാം? നേരത്തെ ഉലുൽ അസ്മുകളുടെ എണ്ണം ചോദിച്ചു, ഇപ്പോൾ അത് ആരൊക്കെയെന്ന് ചോദിച്ചു. നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് ഉലുൽ അസ്മുകളിൽ പെട്ട ആളുകൾ. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ്. ഇനി നാലാമത്തത് 2 എഴുതാം എന്നുള്ളതിൽ നബിമാരുടെ വിശേഷണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധികൂർമ്മത ഉള്ളവരും നുബുവത്തിൻ്റെ മുമ്പും ശേഷവും അവരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു 2 നമ്മൾ പഠിച്ചു വെക്കുക. പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവർ, അതെന്തായാലും ഉണ്ടാവുമല്ലോ. സത്യം പറയാൻ, കളവ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സത്യം മാത്രം പറയുക, അത് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ വിശ്വസ്തരായിരിക്കും. പിന്നെ നല്ല ബുദ്ധി ഉള്ള ആളുകളായിരിക്കും, ബുദ്ധികൂർമ്മത. അപ്പോൾ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധികൂർമ്മത ഉള്ളവരും. അഥവാ 2 എഴുതാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദകൾ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തൊക്കെയാണ്? ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിൻ്റെ നേരെ കാല് നീട്ടാനോ, ഇപ്പോൾ കാല് നീട്ടുക, അത് എഴുതാൻ പറ്റും. വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. കാല് നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. അത് 2 അങ്ങനെ ഇപ്പോൾ 3 ഇനി അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. അത് നമുക്കൊക്കെ അറിയുന്നതാണ്. മദ്രസയിലും എല്ലായിടത്തും നമ്മൾ വീട്ടിലൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഖുർആൻ്റെ മേലെ നമ്മളൊന്നും വെക്കൂല. കാരണം എന്താണ്? ഖുർആൻ അത്രയും ബഹുമാനിക്കപ്പെടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. ഇനി ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. ഇനി അവസാനത്തത് 5 പൂരിപ്പിക്കാം എന്നുള്ളൊരു കോളമാണ്. നബി, കിതാബ്, ഭാഷ. ഇപ്പം നബിമാർ, കിതാബ്, ഭാഷ. അതിൽ കറുപ്പ് കളറ് കൊടുത്തത് അവിടെ നൽകിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. ഇപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുണ്ട്. പിന്നെ മൂസാ നബിക്ക് ലഭിച്ച കിതാബ് ഏതാണ്? തൗറാത്ത്. പിന്നെ ഇബ്രാനി എഴുതുന്നതുകൂടെ ശ്രദ്ധിക്കുക. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, സബൂർ, യൂനാനി. ദാവൂദ്, സബൂർ, യൂനാനി. ഈസാ നബിക്ക് ഇഞ്ചീൽ, നമുക്കെപ്പോഴും അറിയുന്നതാണ്. ഈസാ ഇഞ്ചീൽ. സുരിയാനിയാണ്. എന്താണ്? ഈസയിൽ സാണ്ട്, ഈസാ നബിക്ക് കിട്ടിയ ഭാഷയിലും സാണ്ട്, സുരിയാനി. ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാവർക്കും അറിയാം. ഫുർഖാനുൽ അളീം അഥവാ ഖുർആൻ ഫുർഖാനുൽ അളീം. ഭാഷ ഏതാണ്? അറബിയാണ്. അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അത് ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരമായിട്ടൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ഒരു 3-4 മാർക്ക് നമുക്ക് അതുവഴി ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നൽകുന്നു, അതും കൂടെ ഒന്ന് നോക്കുക. അതിലും ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റായി നോട്ട് ചെയ്തുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട എല്ലാ ഭാഗങ്ങളും നന്നായി പഠിക്കുക. പാഠങ്ങൾ നല്ലോണം വായിക്കുക. എല്ലാവർക്കും ഉയർന്ന മാർക്കോടുകൂടെയുള്ള നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട നല്ല നല്ല ചോദ്യങ്ങൾ, വീഡിയോകളൊക്കെ വരാനുണ്ട്. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.